പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 11-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 32 പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഏതൊരു വ്യക്തിയുടെയും ഉയർച്ചയുടെയും താഴ്ചയുടെയും പിന്നിൽ ആരുടെയെങ്കിലും ആലോചനയുടെ സ്വാധീനത ഉണ്ടായിരിക്കും. എല്ലാ മനുഷ്യരുടെയും സ്വഭാവങ്ങൾ ഒരുപോലെയല്ല. ചിലർ ആരോടും അഭിപ്രായം തേടാതെ സ്വയം ചില തീരുമാനങ്ങളിൽ എത്തുന്നവരായിരിക്കും. മറ്റു ചിലർ സ്വയമായി ഒരു തീരുമാനവും എടുക്കാൻ ശേഷിയില്ലാതെ മറ്റുള്ളവരുടെ ആലോചനയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമായിരിക്കും. വേറെ ചിലർ ദൈവാലോചനയ്ക്ക് അനുസരിച്ച് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവരും അതിനായി ആലോചന അറിയിക്കുന്നവരുടെ അടുക്കൽ പോവുകയോ അല്ലെങ്കിൽ അവരെ വരുത്തി ദൂത് കേൾക്കുകയോ ചെയ്യുന്നവരായിരിക്കും. ഈ പറഞ്ഞതെല്ലാം കാര്യങ്ങൾക്കും ചില ഗുണവും ദോഷവുമുണ്ട്. എന്നാൽ ഒരു ദൈവഭക്തൻ ഒരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ച് നടക്കരുത് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. 1-ാം സങ്കീർത്തനം തന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന അനുസരിക്കരുത്, കേൾക്കരുത് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാളിൻ്റെയും ഭാവി കൃത്യമായി കാണുവാനും ഒരു കാര്യത്തിൻ്റെ അന്ത്യം എന്തായിരിക്കുമോ എന്ന് പൂർണ്ണമായി ഗ്രഹിക്കുവാനും ആർക്കും കഴിയുകയില്ല. നമ്മുടെ ഭാവി ശുഭപ്പെട്ടിരിക്കുവാനും നാം നടക്കേണ്ടുന്ന വഴിയെ നമ്മെ നടത്തുവാനും ദൈവത്തിൻ്റെ പക്കൽ ആലോചനയുണ്ട്. നീതിയോടെ ഭരണം നടത്തുവാനും ശരിയായി ജീവിക്കുന്നതിനുമായുള്ള ആലോചന നൽകുവാൻ കഴിയുന്നത് ദൈവത്തിനു മാത്രമാണ്. ആമേൻ. ദൈവം ആലോചനയിൽ വലിയവനാകയാൽ നാം കാത്തിരുന്ന് ദൈവാലോചന പ്രാപിക്കണം. നാം ആരോടും ആലോചന ചോദിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുവാൻ സാധ്യതകളേറെയാണ്. എന്നാൽ ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ച് പ്രവർത്തിച്ചാൽ സമ്പൂർണ്ണ നാശമായിരിക്കും അതിൻ്റെ ഫലം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ചില ആമേൻ, സ്തോത്രം, കുടുംബത്തിനകത്ത് തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഭാര്യ ഭർത്താവ് ബന്ധമാണെന്ന് പറഞ്ഞാലും ആമേൻ, ഭവനത്തിനകത്ത് സ്നേഹമോ ഐക്യതയോ സമാധാനമോ സന്തോഷമോ അവരിൽ കാണുന്നില്ല. എന്നാൽ ആലയത്തിൽ വരുമ്പോഴെങ്കിലും അതുണ്ടാകുമെന്ന് കരുതിയാൽ ആലയത്തിനകത്തും സ്തോത്രം അവർ ഒരുമിച്ചായിരിക്കത്തില്ല. ഭാര്യ ഒരു ആലയത്തിലായിരിക്കുമ്പോൾ ഭർത്താവ് മറ്റൊരു ആലയത്തിലായിരിക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മക്കൾ വേറെ ആലയങ്ങളിൽ. അങ്ങനെ എത്രയോ ആമേ കുടുംബങ്ങൾ ആമേ, സ്തോത്രം, ഇങ്ങനെ വഴിതെറ്റി ജീവിക്കുന്ന ആമേൻ അനുഭവങ്ങൾ. ഇത് ആരുടെയൊക്കെ ആലോചനയുടെ ആമേൻ, സ്തോത്രം, വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ ആരുടെയോ ആലോചന കേട്ട് അനുസരിച്ച് നടക്കുന്നതാണോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. സർവ പ്രതാപിയായി ഇസ്രായേലിൽ ഭരണം നടത്തി വാണിരുന്ന രാജാവാണ് ശലോമോൻ. തൻ്റെ ഭരണശേഷം അതേ പ്രതാപത്തോടെ രാജ്യഭരണം ഏറ്റെടുത്ത തൻ്റെ മകനായ രെഹബയാം ആയിരുന്നു. എന്നാൽ അവൻ ദൈവകൃപയും പരിജ്ഞാനവുമുള്ള വയോധികരുടെ ആലോചന തള്ളിക്കളയുകയും തന്നോടുകൂടെ വളർന്ന യൗവനക്കാരുടെ, തൻ്റെ കൂട്ടുകാരുടെ, ഒരുമിച്ച് പഠിച്ചവരുടെ ആലോചന അനുസരിച്ച് ഭരണം നടത്തുവാൻ ഇടയായപ്പോൾ അത് നിമിത്തം അവൻ്റെ രാജ്യം വിഭജിക്കപ്പെടുകയും സ്തോത്രം, രെഹബയാം ഏതുമില്ലാത്തവനായി, തകർന്നവനായി, ഒന്നുമില്ലാത്തവനായി തീരുകയും ചെയ്തു. ആമേൻ. പലപ്പോഴും സ്തോത്രം നമ്മുടെ വീടിനരികെയുള്ളതായിരിക്കാം,
അല്ലെങ്കിൽ സ്വന്തമായിരിക്കാം, ബന്ധമായിരിക്കാം, ഏറ്റവും സ്നേഹിച്ചവരായിരിക്കാം, കൂടെ പഠിച്ചവരായിരിക്കാം. ഇവരുടെയൊക്കെ ചിലപ്പോൾ ആലോചന നാം കേട്ട് സ്തോത്രം പരാജയപ്പെട്ടു പോയ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. എത്രയോ സ്നേഹിതരുടെ, കൂട്ടുകാരുടെ ആലോചന കേട്ട് സ്തോത്രം തകർന്നു പോയ ജീവിതങ്ങളുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവവേദിനെ, യഹോവയുടെ ആലോചനയെ ഉപേക്ഷിച്ചത് നിമിത്തം നാം തകർന്നു പോയിട്ടുള്ള അനുഭവങ്ങൾ എത്രയോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനിടയാകുന്നു. യഹോവയുടെ ആലോചനയെ ഉപേക്ഷിച്ചത് നിമിത്തം തകർന്നു പോയ യഹൂദ രാജാവായിരുന്നു യഹോരാം. ദൈവത്തിന്റെ ആലോചനയെ നിരസിച്ചതായിരുന്നു. ദൈവം അവനെ ബാധിച്ചിട്ട് സൗഖ്യം വരാത്ത രോഗത്താൽ അവന്റെ കുടൽ പുറത്തു ചാടി അവൻ മരിച്ചുപോയി. ദൈവാലോചനകൾക്ക് വിരുദ്ധമായി അവൻ ആർക്കും ഇഷ്ടനാകാതെ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അഹസ്യാവ് ദൈവാലോചന ശ്രദ്ധിക്കാതെയും അമ്മയുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ചത് നിമിത്തം അവനൊരു ചതിയിലൂടെ കൊല്ലപ്പെട്ടു. തുടർന്ന് അവൻ്റെ ഗ്രഹത്തിൽ രാജ്യത്വം വഹിപ്പാൻ ശേഷിയുള്ള ഒരുത്തനെയും കാണുവാനും ഉണ്ടായതുമില്ല. വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച് ദൈവിക സംരക്ഷണത്തിൽ നന്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു മരുഭൂമിയിലെ ഇസ്രായേൽ ജനം. ദൈവത്തിന്റെ സംരക്ഷണത്തിൽ 40 വർഷം അവർ കഴിഞ്ഞു. അവർക്ക് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, അവർക്ക് കാട കൊടുത്തു, അവർക്ക് മഞ്ഞ കൊടുത്തു. ഇങ്ങനെ തൻ്റെ ജനത്തിനാവശ്യമായ എല്ലാ നന്മകളെയും ദൈവം കരുതി കൊടുത്ത ആ ജനം ദൈവത്തിൽ നിന്നും മാറിപ്പോകുവാനിടയായി. എന്നാൽ ബിലയാമിന്റെ ആലോചനയിൽ കുടുങ്ങി മോവാബിയ സ്ത്രീകളുടെ നൃത്തം കാണുവാൻ പോയ ഇസ്രായേൽ ജനം അരുതാത്ത ബന്ധങ്ങളിൽ കുടുങ്ങുകയും ദൈവത്തിൻ്റെ ശിക്ഷ ആ ജനത്തിൻ്റെ മേൽ വരികയും ചെയ്തു. ഹല്ലേലൂയ. ഒരുമിച്ച് ബിലയാം ശപിക്കുവാൻ വരുമ്പോൾ ആ ജനത്തിൻ്റെ സ്നേഹവും ഐക്യതയും ദൈവഭയവും ആരാധനയും അവരുടെ എല്ലാ സ്തോത്രം ഒത്തൊരുമ കണ്ടിട്ട് പറയുകയാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു കൂട്ടം ജനം അജാതികളോട് ഇടകലരുന്നില്ല. ദൈവം അവരെ അധികമായി സ്നേഹിച്ചു. എന്നാൽ ബിലയാമിന്റെ ആലോചന എന്ന് കേട്ടോ അന്ന് ആ ജനം തകരുവാനിടയായി. ദൈവത്തിന്റെ ആലോചനയിൽ വിധേയപ്പെട്ട് ജീവിക്കേണ്ട ജനം ദുഷ്ടന്റെ ആലോചനയുടെ ചതി തിരിച്ചറിയണമായിരുന്നു. ഡാൻസും സർക്കസും സിനിമയും മദ്യപാനവും മറ്റു ഉല്ലാസങ്ങളും കാണുന്നതിനും അനുഭവിക്കുന്നതിനും ഹല്ലേലൂയ അതിൽ പങ്കെടുക്കുന്നതിനും ചിലർക്ക് തെറ്റല്ലായിരിക്കാം. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ചതി നമ്മുടെ ജീവിതം തകർത്തു കളയുമെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. മദ്യപാനത്തിനും ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളിലും എല്ലാം ജീവിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ കാലത്തിലെല്ലാം എൻ്റെ നന്മയും എൻ്റെ ആരോഗ്യവും എൻ്റെ സമ്പത്തും എൻ്റെ സന്തോഷവും എൻ്റെ ജീവിതമെല്ലാം തകരുകയായിരുന്നു. എൻ്റെ എല്ലാ നന്മയും തകരുകയായിരുന്നു. എന്നാൽ യേശുവിനെ അറിയുവാൻ ഇടയായപ്പോൾ, യേശുവിനെ ആരാധിക്കുവാൻ മടങ്ങി വന്നപ്പോൾ, മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ മടങ്ങി വന്നപ്പോൾ എൻ്റെ ദൈവമെല്ലാം എന്നെ മടക്കി നൽകുവാനിടയായി. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിപ്പാനിടയായി. അപ്പൻ്റെ ഭവനത്തിൽ മടങ്ങി വന്ന മകനെ ആ അപ്പൻ എങ്ങനെയെല്ലാം ആദരിച്ചുവോ അതിനേക്കാൾ ശ്രേഷ്ഠകരമായി എൻ്റെ കർത്താവ് എന്നെ ആദരിപ്പാനിടയായി, എന്നെ സ്നേഹിപ്പാനിടയായി. എല്ലാ കാലങ്ങളിലും ബിലയാമിൻ്റെ ആലോചനയുടെ ശക്തി വ്യാപരിക്കുന്നതിനാൽ ദൈവജനം ജാഗ്രതയോടെ ജീവിക്കണം. ദൈവവേദിലെ ഇന്നും ബിലയാമിന്റെ ആലോചനയുടെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവസഭയ്ക്കകത്ത് കുടുംബത്തിനകത്തലത്തിൽ തനിച്ചു പാർക്കുന്ന കുടുംബങ്ങളുടെ അകത്തലത്തിൽ ശത്രു അങ്ങനെ ഒരു ഹല്ലേലൂയ ആലോചന ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്താൽ അഭിഷക്തനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ ദാവീദ് എല്ലായ്പ്പോഴും ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചിരുന്നു. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ആയിരുന്നതുകൊണ്ട് താൻ ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ചായിരുന്നു ശുശ്രൂഷകൾ ചെയ്തിരുന്നത് എന്ന് പരിശുദ്ധാത്മാവും സാക്ഷ്യം പറയുന്നു. ദൈവത്തെ സേവിച്ചിട്ടും ദൈവത്തെ സേവിച്ചിട്ടും താൻ ആഗ്രഹിച്ചതൊന്നും പ്രാപിക്കാതെയും ആഗ്രഹിക്കാത്ത പല
തിന്മകളും ജീവിതത്തിൽ നേരിടുകയും ചെയ്തപ്പോൾ ആസാബ് ദൈവസന്നിധിയിൽ ചെന്ന് സ്തോത്രം പരാതി പറയുകയാണ്. ദൈവമായുള്ള സംഭാഷണത്തിൽ തനിക്ക് ലഭിച്ച ദൈവിക ആലോചനകൾ തൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനത്തിന് കാരണമായി. സ്തോത്രം. മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസ് ഒരു രാത്രിയിൽ ഒന്നും ലഭിച്ചില്ല, നിരാശനായി തീർന്ന തൻ്റെ പടക് ശൂന്യമായി ആ പടകും സ്തോത്രം നോക്കി നിൽക്കുന്ന പ്രഭാതത്തിൽ യേശു ആ പടകിൽ പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. ആ പടകിലിരുന്ന് ജനത്തെ ഉപദേശിക്കുകയും സ്തോത്രം ചെയ്തതിന് ശേഷം യേശു ആലോചന പറയുകയാണ്. ആഴത്തിൽ വലയിറക്കുക, ആഴത്തിൽ വലയിറക്കുക. യേശുവിൻ്റെ ആലോചന അനുസരിച്ച് ആഴത്തിലേക്ക് വലയെറിഞ്ഞപ്പോൾ വലിയ പെരുത്ത മീൻകൂട്ടം പടക് മുങ്ങുമാറ് ലഭിക്കുവാനിടയായി. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് നാം പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ അസാധ്യമായെന്ന് തോന്നുന്ന സകല കാര്യങ്ങളും നമുക്ക് ദൈവം സാധ്യമാക്കി തരും, അത്ഭുതമാക്കി തരുവാനിടയാകും. ദൈവിക അത്ഭുതങ്ങളെ കാണുവാനിടയാകും. തൻ്റെ ആലോചനയിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിശ്വസ്തരായി നിന്നാൽ നിശ്ചയമായി അനുസരണയോടുകൂടെ ദൈവാലോചന കേൾക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ, ദൈവം നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. കഴിഞ്ഞ നാളുകളിൽ ദൈവ ആലോചനകൾക്ക് വിരുദ്ധമായി നാം ജീവിച്ചിരിക്കാം. ദൈവാലോചന കേൾക്കാതെ നാം ഓടിയവരായിരിക്കാം, അനുസരിപ്പാൻ തയ്യാറാത്തവരായിരുന്നിരിക്കാം. ഈ പ്രഭാതം ദൈവാലോചനയ്ക്കനുസരിച്ച്, ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ ഇന്ന് പ്രഭാതം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനിടയാകും. നമ്മെ ആലോചന പറഞ്ഞ് നടത്തുന്ന ദിനങ്ങളായിരിക്കും ഇനിയുള്ള നാളുകൾ. അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കണ്ണുകൾ ദിവസത്തിനടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഈ പ്രഭാതം എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവേ ഒരു നല്ല ആലോചനയായി, നല്ല ഉപദേശമായി കർത്താവേ ഈ വചന സന്ദേശം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരം സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വമെടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.